ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിങ്ക് ക്ലൗഡ് താമരകളാണ്. കാണാൻ വളരെ സുന്ദരിയായിട്ടുള്ള താമരകളാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് അവരുടെ കളറ്. നല്ല ഭംഗിയാണ് കാണാൻ. നന്നായിട്ട് ഫ്ലവറും തരുന്ന ഒരു താമരയാണ്. നല്ല പോട്ടിംഗ് മിക്സും നല്ല വെയിലും ഒക്കെ ആണെങ്കിൽ അവ നന്നായിട്ട് പൂക്കളും ബഡും തരാറുണ്ട്. ഞാൻ എങ്ങനെയാണ് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബർ നടുന്നതെന്നൊന്ന് കാണിച്ചു തരാമേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു താമരയുടെ ട്യൂബർ എങ്ങനെ നടാം എന്നുള്ളതാണ്. ഇന്ന് എനിക്കുള്ളത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ്. അത് ഞാൻ എങ്ങനെ നടുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യമായിട്ട് കണ്ടത് എല്ലുപൊടിയും ചാണകപ്പൊടിയും, പിന്നെ ഇതാ നല്ല പറമ്പിൽ നിന്ന് കിളച്ച നല്ല മണ്ണും, അതിൻ്റെ കല്ലും കട്ടയൊക്കെ നന്നായിട്ടെടുത്ത് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് മാറ്റിക്കളയണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് വേരോട്ടം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയുന്നത്, റണ്ണർ ഓടുന്ന എല്ലായിടത്തും നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട്. കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ മണ്ണാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പം ചെളി കിട്ടാത്തവർ കാണും, ചേറ് കിട്ടാത്തവർ കാണും. ഇപ്പം എന്താ പറയുന്നത്, വയലിലൊക്കെ പോയി ക്ലേ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നവരൊക്കെ കാണും. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. നന്നായിട്ട് പറമ്പിൽ പോച്ച കുരുക്കുന്ന മണ്ണ്, ആ മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് കല്ലും കട്ടയെല്ലാം മാറ്റി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്ക പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലുള്ള പൊടി കല്ല് കട്ട എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒരുപാട് അങ്ങനെ ഫൈനായിട്ടല്ല, എന്നാലും ഏകദേശം നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാം നമ്മളൊന്ന് നീക്കം ചെയ്ത് കളയണം. എന്നിട്ട് കുറച്ചും കൂടി നമ്മളൊന്ന് നിരപ്പാക്കണം. നന്നായിട്ടൊന്ന് നിരത്തി ഒരേ ലെവലിൽ മണ്ണെല്ലാം എത്തത്തക്ക പോലെ നമ്മളൊന്ന് നിരത്തി കൊടുത്തിട്ട് എല്ലാം ഒരേ ലെവലിലാക്കണം. ആക്കിയതിന് ശേഷം നമ്മൾ ട്യൂബർ എടുക്കണം. ഇതെനിക്ക് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബറാണ്. നല്ല ഹെൽത്തി ട്യൂബറാണ്. ലീഫൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു നമ്മുടെ കോർണറിൽ നിന്നൊരു ഷോക്കെല്ലാം മാറ്റി ഒരു വാരം എടുത്ത് അതിലോട്ട് നമ്മൾ ട്യൂബർ വെച്ച് കൊടുത്തിട്ട് പതിയെ ഓരോ നോഡിൻ്റെ ഭാഗത്തും നമ്മൾ ലീഫേലും മുകുളങ്ങളെയൊന്നും മുട്ടാതെ നമ്മൾ മണ്ണ് പതിയെ പതിയെ മൂടി കൊടുക്കണം. പതിയെ പതിയെ മൂടി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് 4 സൈഡിലത്തെ മണ്ണ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുക്കണം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം എന്താ പറയുന്നത്, ചെളിമണ്ണ് പോലെ കലങ്ങി വരത്തില്ല. അതിനകത്തെ ചാണകപ്പൊടിയുടെയോ മണ്ണിലെയോ ഒക്കെ പൊടികൾ മാത്രമേ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ കൂടുതൽ കലങ്ങാത്ത രീതിയിൽ നമുക്ക് നല്ലതായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കും. പതിയെ പതിയെ, ഒത്തിരി ഫോഴ്സിൽ ഒഴിക്കരുത്. ഫോഴ്സിൽ ഒഴിക്കുമ്പോൾ ഉള്ളിലുള്ള ചെളിയെല്ലാം നന്നായിട്ട് കലങ്ങി വരാൻ തുടങ്ങും. പതിയെ പതിയെ നമ്മൾ ഒന്ന് ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം അതിലേക്ക് ഊർന്നിറങ്ങിക്കോളും. അന്നേരം നമുക്ക് ഒരുപാട് കലങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനകത്തോട്ട് വെള്ളം ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിങ്ങനെ ഇറങ്ങുന്നതെന്ന്. അതുപോലെ ചെറിയ ഫോഴ്സിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പതിയെ പതിയെ ഓസ് ഇങ്ങനെ നീക്കി നീക്കി ഒരു കാൽ ഭാഗം മതി. കാൽ ഭാഗം വെള്ളം ആകുമ്പോൾ പ്ലാസ്റ്റിക് മാറ്റണം. പ്ലാസ്റ്റിക് പതിയെ മാറ്റാൻ തുടങ്ങണം. ഓരോ സൈഡിലോട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പതിയെ പതിയെ പ്ലാസ്റ്റിക് നീക്കി നീക്കി അവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരേ ലെവലിൽ തന്നെ ഒഴിക്കാതെ. ഒരേ ലെവലിൽ ഒഴിക്കുമ്പോൾ അവിടെ സ്ലോപ്പ് പോലെ ആയിപ്പോവും. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ വശവും അപ്പം വെള്ളം വന്നു തുടങ്ങും. വെള്ളം എന്താ കുറേശ്ശെ പൊടിയും ചാണകത്തിൻ്റെ പൊടിയൊക്കെ ആയിട്ട് മാത്രം പൊങ്ങി, വലിയ കലക്കലൊന്നുമില്ലാതെ. എന്നിട്ട് നമുക്ക് പതുക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒന്ന് പൊക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ട്യൂബർ അവിടെ ഫിക്സ് ആയി കഴിഞ്ഞ്, അപ്പോൾ ഈ ചാണകപ്പൊടിയുടെ മാത്രം പൊടിയുള്ളൊരു ചെറിയ അരിപ്പ നമ്മളത് പതിയെ പതിയെ കോരി ഇങ്ങനെ മാറ്റിയാൽ മതി. അപ്പോൾ കൂടുതൽ കലങ്ങത്തില്ല. മേളിൽ നിന്ന് മാത്രം നമ്മൾ അരിച്ചരിച്ചിങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കൂടെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴത്തക്ക പോലെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ബാക്കി വെള്ളം ഇങ്ങനെ പതിയെ സൈഡിൽ കൂടി മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഇലയുടെ ഒരു 1/4 ഭാഗം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇപ്പം നല്ല ചൂട് സമയമല്ലേ. അപ്പം നമ്മൾ ടബിനകത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകാനും ഡ്രൈ ആവാനും ആവും. അപ്പം നമ്മളൊരു ഇലയുടെ
ഒരു മുകൾ ഭാഗം കുറച്ച് വിട്ടിട്ട് ബാക്കി